നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള ED അന്വേഷണം ശക്തമാകുന്നു. വീണയുടെ ഉടമസ്ഥതയിലുള്ളതും നിലവിൽ ED ഭാഗികമായി മരവിപ്പിച്ചതുമായ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകളുടെ ലോക്കറുകൾ വരും ദിവസങ്ങളിൽ നേരിട്ട് തുറന്ന് പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ അടുത്ത നീക്കം. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്കടക്കം ED നീങ്ങിയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ, വിവിധ ബാങ്കുകളിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾ, അവരുടെ ഉടമസ്ഥതയിലുള്ള ബാംഗ്ലൂരു ആസ്ഥാനമായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും രേഖകളും EDയുടെ കൊച്ചി യൂണിറ്റ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണയ്ക്ക് ഉടൻ തന്നെ സമൻസ് അയക്കുമെന്നാണ് വിവരം. ഈ ചോദ്യം ചെയ്യലിന് തൊട്ടു പിന്നാലെയായിരിക്കും സ്വത്ത് കണ്ടുകെട്ടൽ അടക്കമുള്ള കടുത്ത നിയമ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. കഴിഞ്ഞ കുറേ മാസങ്ങളായി നിശബ്ദവും എന്നാൽ അതീവ രഹസ്യവുമായി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ED രേഖകൾ ശേഖരിച്ചു വരികയായിരുന്നു. സാധാരണഗതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമാണ് ഇത്തരം കടുത്ത നടപടികളിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ഇവിടെ പ്രാഥമിക തെളിവുകൾ തന്നെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു എന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നതിലൂടെ നിലവിൽ അക്കൗണ്ടുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അമൂല്യമായ രേഖകളോ മറ്റു നിക്ഷേപ വിവരങ്ങളോ കണ്ടെത്താൻ കഴിയുമെന്നാണ് ED പ്രതീക്ഷിക്കുന്നത്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലൂടെയുള്ള ഇടപാടുകൾ തടഞ്ഞിട്ടുണ്ട് എങ്കിലും ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇതിനായി EDയുടെ പ്രത്യേക സാമ്പത്തിക വിദഗ്ധരടങ്ങുന്ന സംഘം ബാങ്ക് അധികൃതരുടെ സാന്നിധ്യത്തിൽ പരിശോധന പൂർത്തിയാക്കും. അന്വേഷണത്തോട് സഹകരിക്കാൻ വിസമ്മതിക്കുകയോ വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനും ഏജൻസിക്ക് നിയമപരമായ അധികാരവുമുണ്ട്. വീണ വിജയനും അവരുടെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനും എതിരെ ആദ്യം രംഗത്ത് വന്നത് ആദായ നികുതി വകുപ്പിന്റെ തർക്ക പരിഹാര ബോർഡായിരുന്നു. എന്നാൽ പിന്നീട് ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര കോർപ്പറേറ്റീവ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നതതല അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് ഏറ്റെടുത്തു. SFIO നടത്തിയ ദീർഘമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. വീണയുടെയും എക്സാലോജിക്കിന്റെയും പ്രധാന വരുമാന സ്രോതസ് കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കരിമണൽ കമ്പനിയായ CMRL ആയിരുന്നുവെന്നാണ് SFIO കണ്ടെത്തിയത്. ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു IT കമ്പനിക്ക് പണം നൽകുന്നത് സ്വാഭാവികമായ ബിസിനസ് നടപടിയായി കാണാമെങ്കിലും ഇവിടെ പണം നൽകിയിരുന്നത് യാതൊരുവിധ സേവനവും ലഭ്യമാക്കാതെയാണ് എന്നത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവം മാറ്റുന്നു. 2.7 കോടി രൂപ 2016-17 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ IT കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയ്ക്ക് മാത്രം CMRL നൽകിയ തുക 71 ലക്ഷം രൂപ. 2017-18, 2018-19 സാമ്പത്തിക വർഷങ്ങളായി വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL കൈമാറിയ തുക. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് കരിമണൽ കമ്പനിയായ CMRLന് ഒരു IT കമ്പനിയായോ അല്ലെങ്കിൽ ഒരു IT വിദഗ്ധയുടെ കൺസൾട്ടൻസി സേവനം ആവശ്യമായിരുന്നില്ല എന്നതാണ്. ഒരു കരിമണൽ ശുദ്ധീകരണ കമ്പനിക്ക് എന്ത് തരത്തിലുള്ള IT കൺസൾട്ടൻസിയാണ് വീണ നൽകിയിരുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ CMRL അധികൃതർക്കോ വീണ വിജയനോ സാധിച്ചിട്ടില്ല. ഈ പണമിടപാടുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൈപ്പറ്റിയ പ്രതിഫലമാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. SFIO റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ മറ്റൊരു കണ്ടെത്തൽ ഈ ഇടപാടുകളുടെ രഹസ്യ സ്വഭാവം തന്നെയാണ്. ഒരു ലിമിറ്റഡ് കമ്പനിയായ CMRL വലിയ തുകകൾ മറ്റ് വ്യക്തികൾക്കോ കമ്പനികൾക്കോ നൽകുമ്പോൾ അതിന് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയോ ഷെയർ ഹോൾഡേഴ്സ്മാരുടെ അനുമതി ആവശ്യമാണ്. എന്നാൽ വീണയുമായും എക്സാലോജിക്കുമായും CMRL ഒപ്പുവെച്ച കരാറുകളെക്കുറിച്ച് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഭൂരിഭാഗം അംഗങ്ങളും അറിഞ്ഞിരുന്നില്ല എന്നത് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം പങ്കാളിയായ രഹസ്യ ചർച്ചകളിലൂടെയാണ് ഈ കരാറുകൾ ഉണ്ടാക്കിയതും പണം കൈമാറിയതും. സാധാരണ നിലയിൽ കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കേണ്ട ഇത്തരം വിവരങ്ങൾ തമസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു ചെലവുകളുടെ ഗണത്തിൽപ്പെടുത്തുകയോ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനി നിയമങ്ങളുടെ ലംഘനം തന്നെയാണ്. പൊതുജനങ്ങളുടെയും ഓഹരി ഉടമകളുടെയും പണം ഇത്തരത്തിൽ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും രാഷ്ട്രീയ പ്രീണനങ്ങൾക്കുമായി വകമാറ്റി ചെലവഴിച്ചതായാണ് കണ്ടെത്തൽ. അന്വേഷണ സംഘത്തിന് ലഭിച്ച ഏറ്റവും ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനുകളിൽ നിന്നാണ്. 2017 മാർച്ച് മുതൽ 2020 ജൂൺ വരെയുള്ള കാലയളവിൽ വീണ വിജയനും CMRL പ്രതിനിധികളും തമ്മിൽ ആകെ 93 ഇമെയിലുകൾ കൈമാറിയിട്ടുണ്ട്. ഈ ഇമെയിലുകളിൽ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത്. കൈമാറ്റം ചെയ്യപ്പെട്ട 93 ഇമെയിലുകളിലും പണമിടപാട് സംബന്ധിച്ച ഇൻവോയ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് എത്ര രൂപ ഈ മാസം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ബില്ലുകൾ മാത്രമാണ് ഇമെയിലിൽ ഉണ്ടായിരുന്നത്. ഒരു IT കൺസൾട്ടന്റ് എന്ന നിലയിൽ എന്ത് സേവനമാണ് കമ്പനിക്ക് നൽകിയതെന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വികസിപ്പിച്ചതിനെക്കുറിച്ചോ ഉള്ള യാതൊരു പരാമർശവും
പരാമർശങ്ങളോ ചർച്ചകളോ പ്രോജക്ട് റിപ്പോർട്ടുകളോ ഈ ഇമെയിലുകളിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. സാധാരണയായി ഒരു IT പ്രോജക്റ്റിൽ നിരന്തരമായ സാങ്കേതിക ആശയവിനിമയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ കേവലം പണം വാങ്ങാനുള്ള ഇൻവോയ്സുകൾ മാത്രമാണ് അയച്ചിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് പണം കൈമാറാൻ വേണ്ടി മാത്രമായി ഉണ്ടാക്കിയ കൃത്രിമമായ ഒരു സംവിധാനമായിരുന്നു ഈ ഇമെയിൽ ആശയവിനിമയങ്ങൾ എന്നാണ്. 2019 ജനുവരിയിൽ CMRL കമ്പനിയിലെ ആദായ നികുതി വകുപ്പ് അപ്രതീക്ഷിതമായ പരിശോധനകൾ നടത്തി. ആദായ നികുതി വകുപ്പിന്റെ ഈ ശക്തമായ ഇടപെടലോടെ CMRL അധികൃതർ ഭയപ്പെടുകയും എക്സാലോജിക്കിന്റെ ഇൻവോയ്സുകൾ ഔദ്യോഗികമായ ഫയലുകളിൽ രേഖപ്പെടുത്തുന്നത് അടിയന്തരമായി നിർത്തിവെക്കുകയും ചെയ്തു. തങ്ങളുടെ ഫയലുകളിൽ വീണയുടെ കമ്പനിയുടെ പേര് വരുന്നത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എങ്കിലും ഔദ്യോഗിക ഫയലുകൾ രേഖപ്പെടുത്തുന്നത് നിർത്തിയെങ്കിലും 2020 ഏപ്രിൽ മാസം വരെ വീണയ്ക്ക് മുൻപ് നിശ്ചയിച്ച പ്രകാരം ഇൻവോയ്സുകൾ വഴി പണം നൽകിക്കൊണ്ടിരുന്നു എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണം ശക്തമായത് കാരണം 2020 ഏപ്രിലിന് ശേഷം ഈ പ്രധാന വരുമാന സ്രോതസ് പൂർണ്ണമായി നിലച്ചു. ഇത്തരത്തിൽ വരുമാനം നിലച്ചതോടെയാണ് തൊട്ടടുത്ത സാമ്പത്തിക വർഷമായ 2021-22 എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി വൻ സാമ്പത്തിക നഷ്ടത്തിലായതെന്നും ഒടുവിൽ കമ്പനിയുടെ പ്രവർത്തനം തന്നെ മരവിപ്പിക്കേണ്ടി വന്നതെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തമായി മറ്റ് ബിസിനസ്സുകളോ സേവനങ്ങളോ ഇല്ലാതെ കേവലം ഒരു കമ്പനിയിൽ നിന്ന് ലഭിച്ച പണത്തിന്റെ ബലത്തിലാണ് ഈ കമ്പനി നിലനിന്നിരുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ED നിലവിൽ അന്വേഷിക്കുന്നത് കേവലം നികുതി വെട്ടിപ്പ് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന അതീവ ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിന്റെയും വീണയുടെയും അക്കൗണ്ടിലേക്ക് എത്തിയ പണം പിന്നീട് എങ്ങോട്ടൊക്കെയാണ് മാറ്റപ്പെട്ടത്, ഈ പണം ഉപയോഗിച്ച് എവിടെയൊക്കെ സ്വത്തുക്കൾ വാങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ED പരിശോധിക്കുന്നത്. ഇതിനെയാണ് മണി ട്രയൽ എന്ന് വിളിക്കുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പും നിയമലംഘനവും നടന്നതെന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഈ തട്ടിയെടുത്ത പണം ഏതൊക്കെ വഴികളിലേക്കാണ് പോയതെന്ന മണി ട്രയൽ കണ്ടെത്താനാണ് ED മുൻഗണന നൽകുന്നത്. ഈ കേസ് പൂർണ്ണമായും അവസാനിപ്പിച്ച ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ED വ്യക്തമാക്കുന്നു. CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ പ്രമുഖരായ നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യം തന്നെയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം അടിയന്തരമായി വ്യാപിപ്പിക്കില്ല എന്നാണ് ED നൽകുന്ന വ്യക്തമായ സൂചന. ഇതിന് പിന്നിൽ കൃത്യമായ അന്വേഷണ തന്ത്രമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരേ സമയം നിരവധി ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചാൽ കേസിന്റെ ശ്രദ്ധ തിരിഞ്ഞുപോകാനും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ വ്യക്തമായ കരാറുകളിലൂടെയും ഇമെയിലുകളിലൂടെയും തെളിവുകൾ ലഭ്യമായിട്ടുള്ളതായ എക്സാലോജിക് വീണ വിജയൻ ഇടപാടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് EDയുടെ തീരുമാനം. ഈ കേസിൽ വ്യക്തമായ നടപടികളും സ്വത്ത് കണ്ടുകെട്ടലുകളും പൂർത്തിയായ ശേഷം മാത്രമേ മറ്റ് നേതാക്കൾക്കെതിരെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കൂ. അധികാരത്തിന്റെ തണലിൽ എന്ത് അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും നടത്തി രക്ഷപ്പെടാമെന്ന ചിന്താഗതിക്കുള്ള ശക്തമായ തിരിച്ചടി കൂടിയാണ് നിലവിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ. മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്ന പദവിക്കോ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കോ അന്വേഷണത്തെ ബാധിക്കില്ല എന്ന അന്വേഷണ ഏജൻസിയുടെ ശക്തമായ നിലപാടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണം വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചവർക്ക് നിയമത്തിന് മുൻപിൽ മറുപടി പറയേണ്ടി വരുമെന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബാങ്ക് ലോക്കറുകൾ തുറക്കുന്നതോടെയും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതോടെയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.